എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരോടും മോശമായി പെരുമാറിയിട്ടില്ല. എന്നിട്ടും ചില സമയങ്ങളിൽ കാര്യങ്ങൾ തടസ്സപ്പെടുന്നു. ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾ അവസാന നിമിഷം മുടങ്ങുന്നു. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നു. വിശ്വസിച്ച ആളുകളിൽ നിന്ന് തന്നെ നിരാശയും വേദനയും അനുഭവിക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കില്ല. എന്നാൽ പ്രപഞ്ചം പല രൂപത്തിലും നമുക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആത്മീയ വിശ്വാസം. ചില ആളുകളുടെ അസൂയ, ചിലരുടെ നെഗറ്റീവ് ചിന്തകൾ, ചിലരുടെ മോശം ഉദ്ദേശങ്ങൾ എന്നിവ നമ്മുടെ ജീവിതയാത്രയെ ബാധിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. അത് സത്യമാണോ അല്ലയോ എന്നത് ഓരോരുത്തരുടെയും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മനസ്സിലെ ഭയം, സംശയം, നിരാശ എന്നിവ നമ്മെ പിന്നോട്ട് വലിക്കാനുള്ള ശക്തിയുള്ളവയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ജീവിതത്തിൽ നേരിടുന്ന അപ്രതീക്ഷിത തടസ്സങ്ങളെക്കുറിച്ചും നമ്മെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്നും ആത്മവിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും എങ്ങനെ മുന്നോട്ട് പോകാമെന്നും വിശദമായി സംസാരിക്കുകയാണ്. ഈ വീഡിയോ ആരെയും ഭയപ്പെടുത്താനോ ആരെയെങ്കിലും സംശയിക്കാനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്വന്തം ജീവിതത്തെ കൂടുതൽ പോസിറ്റീവായി കാണാനും മനസ്സിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു ആത്മീയ യാത്രയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ വരും. പുറമേ അവർ നമ്മെ പിന്തുണക്കുന്നത് പോലെ തോന്നാം. എന്നാൽ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചില അസ്വാഭാവികതകൾ കാണാം. നമ്മൾ വിജയിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നതായി തോന്നില്ല. നമ്മുടെ മുന്നേറ്റത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറും. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ എല്ലാവരെയും ശത്രുവായി കാണേണ്ടതില്ല. എന്നാൽ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരിൽ നിന്ന് അകലം പാലിക്കണം എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ചിലർക്ക് തുടർച്ചയായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ചിലർക്ക് കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. ചിലർക്ക് എന്ത് ചെയ്താലും വിജയം ലഭിക്കുന്നില്ലെന്ന തോന്നലുണ്ടാകുന്നു. ഇത്തരം സമയങ്ങളിൽ പലരും ആത്മീയതയിലേക്ക് തിരിയുന്നു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ക്ഷേത്ര ദർശനത്തിലുമെല്ലാം അവർ ആശ്വാസം കണ്ടെത്തുന്നു. കാരണം ആത്മീയതയുടെ യഥാർത്ഥ ശക്തി ഭയം സൃഷ്ടിക്കുന്നതിലല്ല, മറിച്ച് മനസ്സിന് സമാധാനം നൽകുന്നതിലാണ്. നമ്മുടെ പൂർവികർ എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, മനസ്സ് ശക്തമാണെങ്കിൽ പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുമെന്നത്. അതിനാൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളേക്കാൾ ശക്തമായ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വളർത്തേണ്ടതുണ്ട്. അസൂയയെ സ്നേഹത്തോടെ ജയിക്കണം, ദേഷ്യത്തെ ക്ഷമയോടെ നേരിടണം, ഭയത്തെ വിശ്വാസത്തോടെ മറികടക്കണം. ജീവിതത്തിൽ ചില ആളുകൾ നമ്മെ തെറ്റായി മനസ്സിലാക്കാം. ചിലർ നമ്മുടെ നല്ല മനസ്സിനെ ദുരുപയോഗം ചെയ്യാം. ചിലർ നമ്മുടെ വിജയത്തെ സഹിക്കാൻ കഴിയാതെ വിമർശിക്കാം. എന്നാൽ ഓർക്കുക, മറ്റുള്ളവരുടെ ചിന്തകൾ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ നമ്മുടെ പ്രതികരണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ ശക്തി. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ലെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള സമയമായിരിക്കാം. നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവസാനത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമായിരിക്കാം. ഇതുവരെ അനുഭവിച്ച നിരാശകൾ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്ന സമയമായിരിക്കാം. അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കുക. ആരെങ്കിലും നിങ്ങളെ തടയാൻ ശ്രമിച്ചാലും നിങ്ങൾ മുന്നോട്ടു പോകും. ആരെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റാരുടെയും കൈകളിൽ നൽകാതെ
ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. ദൈവവിശ്വാസം, ആത്മവിശ്വാസം, സത്യസന്ധമായ പരിശ്രമം, ഈ 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തികളാണ്. തടസ്സങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, എന്നാൽ അവയെല്ലാം താൽക്കാലികമാണ്. സ്ഥിരമായിരിക്കുന്നത് നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ പ്രതീക്ഷയുമാണ്. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും ഒരിക്കലെങ്കിലും ഒരു സത്യം തിരിച്ചറിയും. എല്ലാ പോരാട്ടങ്ങളും പുറത്തുള്ള ലോകത്തോടല്ല. പലപ്പോഴും ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിലാണ് നടക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള അമിത ചിന്തകൾ എന്നിവയാണ് പലരുടെയും വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സമാകുന്നത്. ചില ആളുകൾക്ക് എല്ലാം ശരിയായി പോകുന്നത് പോലെ തോന്നുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നല്ലൊരു ജോലി ലഭിച്ചേക്കാം, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടേക്കാം, കുടുംബത്തിൽ സന്തോഷം വർദ്ധിച്ചേക്കാം. എന്നാൽ അതോടൊപ്പം ചില വിമർശനങ്ങളും നെഗറ്റീവ് അഭിപ്രായങ്ങളും ഉയർന്നു വരാം. ഇത് ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാവമാണ്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. കാരണം പ്രകാശം വർദ്ധിക്കുമ്പോൾ അതിലേക്കുള്ള ശ്രദ്ധയും വർദ്ധിക്കും. ആത്മീയ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ചുറ്റും ഒരു പ്രത്യേക ഊർജ വലയമുണ്ടെന്നാണ് വിശ്വാസം. സന്തോഷം, നന്ദി, സ്നേഹം, വിശ്വാസം തുടങ്ങിയ വികാരങ്ങൾ ഈ ഊർജത്തെ ശക്തിപ്പെടുത്തുന്നു. അതേസമയം നിരന്തരമായ ഭയം, കോപം, അസൂയ, പ്രതികാര ചിന്തകൾ എന്നിവ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. അതിനാൽ ആദ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നല്ലവരായ ആളുകൾക്ക് പോലും കഷ്ടതകൾ വരുന്നത് എന്ന്. ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത് ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും ഒരു പാഠമുണ്ടെന്നാണ്. ചില അനുഭവങ്ങൾ നമ്മെ ശക്തരാക്കാൻ വരുന്നു, ചിലത് കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാൻ വരുന്നു, ചിലത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് നമ്മോടൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ പെട്ടെന്ന് അകന്നു പോയിട്ടുണ്ടാകാം. ഒരിക്കൽ വളരെ അടുത്തവരായിരുന്നവർ ഇന്ന് അന്യരായിരിക്കാം. അതിൽ വിഷമിക്കേണ്ടതില്ല. ഓരോ ബന്ധത്തിനും ഒരു സമയപരിധിയുണ്ട്. ചിലർ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം പഠിപ്പിക്കാനായാണ് വരുന്നത്. ചിലർ ഒരു അനുഗ്രഹമായി വരുന്നു, ചിലർ ഒരു അനുഭവമായി മാത്രം കടന്നു പോകുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പലർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്: ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ മനസ്സ് ശാന്തമാകുന്നു. ആ ശാന്തതയിൽ നിന്നാണ് വ്യക്തത ജനിക്കുന്നത്. വ്യക്തതയിൽ നിന്നാണ് ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും പ്രാധാന്യം നൽകുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ കുറച്ച് നിമിഷങ്ങൾ നന്ദിയോടെ ദിവസത്തെ ആരംഭിക്കുന്നത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം. ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കാൾ ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. കാരണം നന്ദിയുള്ള മനസ്സ് കൂടുതൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നുവെന്ന് പല ആത്മീയ പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്നു. നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ നമ്മെ നിർവചിക്കുന്നില്ല. അവർ പറയുന്നത് അവരുടെ ചിന്തകളെക്കുറിച്ചാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നല്ല വരുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നുമാണ് അത് രൂപപ്പെടുന്നത്. ജീവിതത്തിൽ ചില വാതിലുകൾ അടയുമ്പോൾ അത് പലപ്പോഴും ഒരു പുതിയ വഴിയുടെ തുടക്കമായിരിക്കും. നാം ആഗ്രഹിച്ച അവസരം നഷ്ടപ്പെട്ടേക്കാം, നാം പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെയിരിക്കാം. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിരുന്നുവെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യങ്ങൾ അനേകം ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കുക: ഈ അവസ്ഥ ഒരിക്കലും ശാശ്വതമല്ല. ഇരുണ്ട രാത്രികൾക്ക് ശേഷം സൂര്യോദയം വരുന്നതുപോലെ ജീവിതത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ്.
ഇന്നത്തെ വെല്ലുവിളികൾ നാളെയുടെ ശക്തിയായി മാറാം. ചിലപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ മറുപടി നൽകുന്നില്ലെന്ന് തോന്നാം. എന്നാൽ വൈകിയെത്തുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ വഹിക്കുന്നു. ക്ഷമയും വിശ്വാസവും ഒരുമിച്ച് നിലനിർത്താൻ കഴിയുന്നവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ കൂടുതൽ സമാധാനത്തോടെ നേരിടാൻ സാധിക്കും. ആരോടും ദേഷ്യം സൂക്ഷിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. കാരണം ദേഷ്യം ആദ്യം വേദനിപ്പിക്കുന്നത് അത് സൂക്ഷിക്കുന്ന വ്യക്തിയെ തന്നെയാണ്. ക്ഷമ എന്നത് തെറ്റിനെ അംഗീകരിക്കുന്നതല്ല, മറിച്ച് ആ വേദനയുടെ ഭാരത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏതെങ്കിലും വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ അതിനായി ദിവസവും ചെറിയ ശ്രമങ്ങൾ നടത്തുക. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷ മാത്രം പോരാ. ആത്മീയതയും പരിശ്രമവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. വിത്ത് നട്ട ശേഷം അത് വളരാൻ സമയം വേണ്ടതുപോലെ പരിശ്രമത്തിനും ഫലം ലഭിക്കാൻ സമയം ആവശ്യമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നില്ല. നിങ്ങൾ നേരിട്ട പരാജയങ്ങൾ നിങ്ങളുടെ കഴിവുകളെ അവസാന വാക്കല്ല. നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും കണ്ടെത്തപ്പെടാത്ത ശക്തിയുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും സഫലമാകാത്ത സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഉണരാത്ത സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. പ്രതീക്ഷ കൈവിടേണ്ട. മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ യാത്രയിൽ വിശ്വാസം പുലർത്തുക. ദൈവാനുഗ്രഹത്തിലും സ്വന്തം പരിശ്രമത്തിലും ഉറച്ചു നിൽക്കുക. ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമായി സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും ശത്രുതകളെയും നെഗറ്റീവ് സാഹചര്യങ്ങളെയും ഭയത്തോടെയല്ല, ജ്ഞാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടേണ്ടതാണ്. മറ്റുള്ളവരുടെ അസൂയയേക്കാളും വിമർശനങ്ങളെക്കാളും ശക്തമായത് നമ്മുടെ മനസ്സിലെ വിശ്വാസമാണ്. പ്രാർത്ഥനയും പോസിറ്റീവ് ചിന്തയും സത്യസന്ധമായ പരിശ്രമവും ഒരുമിച്ചാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഓരോ പരീക്ഷണത്തിൻ്റെയും പിന്നിൽ ഒരു പാഠമുണ്ട്. ഓരോ വൈകല്യത്തിൻ്റെയും പിന്നിൽ ഒരു ദൈവീക സമയക്രമമുണ്ട്. ഓരോ ഇരുണ്ട ഘട്ടത്തിൻ്റെയും പിന്നിൽ ഒരു പുതിയ പ്രകാശമുണ്ട്. അതിനാൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങളും സമാധാനവും ഐശ്വര്യവും സന്തോഷവും കടന്നു വരട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും സർവൈശ്വര്യവും ആരോഗ്യവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.